PSCയുടെയും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പേരിൽ വ്യാപകമായി കോടിക്കണക്കിന് രൂപയുടെ ജോലി തട്ടിപ്പ് നടത്തുന്ന റാക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ജോലി തേടുന്നവരിൽ വിശ്വാസ്യത വരുത്താനായി തിരുവനന്തപുരം പട്ടത്തെ PSC ഓഫീസിൽ ഉദ്യോഗാർത്ഥികളെ വിളിച്ചു വരുത്തി ഈ റാക്കറ്റ് പണം വാങ്ങാൻ ശ്രമം നടത്തി. ഇത്തരത്തിൽ 2 മക്കളുടെ ജോലിക്കായി 15 ലക്ഷത്തോളം രൂപ ഈ റാക്കറ്റിന് നൽകിയ ഇടുക്കി ഏലപ്പാറ സ്വദേശിയായ രക്ഷിതാവാണ് മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചത്. PSCയുടെയും ശ്രീചിത്രയുടെയും പേരിൽ നടന്ന ഒരു വലിയ ജോലി തട്ടിപ്പിന്റെ വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. എനിക്കൊപ്പമുള്ളത് ഏലപ്പാറ സ്വദേശിയായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 2 മക്കൾക്ക് വേണ്ടി ജോലി കിട്ടാനായിട്ട് 15 ലക്ഷം രൂപയാണ് മുടക്കിയത്. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? വാസ്തവത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ബെന്നി പെരുവന്താനം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിട്ട് തിരുവനന്തപുരത്ത് ഒരു ഓട്ടം പോയതാണ്. അന്നേരം ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ വ്യക്തി വണ്ടിയായിരുന്നു പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്, എൻ്റെ കൂട്ടുകക്ഷികളുടെ പിള്ളേരവിടെ ജോലിക്ക് കയറിയിട്ടുണ്ട്, ഒരു വ്യക്തിയെ നിങ്ങളുടെ മക്കൾ ചുമ്മാ ഇരിക്കുകയല്ലേ, അല്ലെങ്കിൽ അവർക്ക് വേണേൽ ജോലി ശരിയാക്കി തരാം, ജോലി ശരിയാക്കി തരണമെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം. അത് മുഖാന്തരം എൻ്റെ മകന് ആയുർവേദ നേഴ്സിംഗ് പഠിച്ചായിരുന്നു. അവന് വേണ്ടിയിട്ട് ഞാൻ അവനോട് അവൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അയച്ചു കൊടുക്കുകയും രാജേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി എന്നെ വിളിക്കുകയും ആ രാജേഷിൻ്റെ പേരിലോട്ടായി സർട്ടിഫിക്കറ്റ് എല്ലാം അയച്ചു കൊടുത്തത്. എന്നിട്ട് ആ പുള്ളി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വരാൻ പറഞ്ഞു. ഈ ബെന്നി പെരുവന്താനത്തിനെ കൂട്ടി ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലുകയും അവിടെ ഫൈസൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ബെന്നി പെരുവന്താനം വിളിച്ച വണ്ടിയെ കയറ്റി. എന്നിട്ട് ഈ ഫൈസൽ മുഖാന്തരം ഈ രാജേഷിൻ്റെ വീട്ടിൽ പോവുകയും രാജേഷിൻ്റെ വീട്ടിൽ വെച്ച് ഈ ഫയലെല്ലാം മേടിച്ച് നോക്കി. എന്നിട്ട് അവന് ജോലി ഉറപ്പാ, PSCയുടെ ഇടുക്കിയിൽ എവിടെയും ജോലി വാങ്ങിച്ചു തരാം. എന്നിട്ട് അവിടെ വെച്ച് അന്ന് തന്നെ ഞങ്ങൾ 2 ലക്ഷം രൂപ കൊടുത്തു അഡ്വാൻസ് ആയിട്ട്. പാപ്പനംകോട്. വീട്ടിൽ ചെന്നപ്പോൾ ബെന്നി പെരുവന്താനവും ഫൈസലും ഞാനും എൻ്റെ മകനും എൻ്റെ കുടുംബവും എല്ലാവരും കൂടി ഞങ്ങൾ പോയത്. എന്നിട്ട് 2 ലക്ഷം രൂപ അവിടെ കൊടുത്തു. അന്നേരം 2 ലക്ഷം രൂപയ്ക്ക് ചെക്ക് എഴുതി തന്നിട്ടുണ്ട്. ആ ചെക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ചെക്ക് എന്നിട്ട് ജോലി കിട്ടിക്കഴിയുമ്പോൾ ജോലിക്ക് കയറുന്ന ആ ചെക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അന്നേരം എൻ്റെ മരുമകൾ എൻ്റെ കൂട്ടത്തിലുണ്ട്. അന്നേരം അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ കയ്യിലുണ്ട്. അന്നേരം അവളുടെ സർട്ടിഫിക്കറ്റ് കാണിച്ചും പറഞ്ഞു ശ്രീചിത്രയിൽ അവൾക്ക് നേഴ്സായിട്ട് ജോലി ഒഴിവുണ്ട്, 70,000 രൂപ വെച്ച് സാലറി ഉണ്ട്, 70,000 രൂപ. അന്നേരം അവിടെയും പൈസ കൊടുക്കണം. അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ ഇപ്പം പൈസ ഇല്ല, ഞാൻ വീട്ടിൽ വന്ന് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തൊട്ട് ഈ പൈസ എന്ന് പറഞ്ഞ വ്യക്തി വിളിയാ, ആ പൈസ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എത്രയും വേഗം അവൾക്കും ജോലി കിട്ടിയാലേ. അന്നേരം അവൾക്കൂടെ പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പൈസകൾ ഉണ്ടാക്കി കൊടുത്തു 15 ലക്ഷം രൂപ. അത് മുഖാന്തരം 2 പിള്ളേർക്കായിട്ട് 15 ലക്ഷം കൊടുത്തു. 2 പിള്ളേർക്കായിട്ട് 15 ലക്ഷം. PSCയുടെ പേരിലെല്ലാം 5 ലക്ഷമാണ് പറഞ്ഞത്. 5 ലക്ഷവും ശ്രീചിത്ര 10 ലക്ഷമാണ് പറഞ്ഞത്. അക്കൗണ്ട് വഴി ഒരു 9 ലക്ഷം രൂപ അക്കൗണ്ട് വഴി കൊടുത്തിട്ടുണ്ട്. ഈ രാജേഷിന്റെ അക്കൗണ്ടിലോട്ടാണ്. ബാക്കിയുള്ളത് 2 ലക്ഷം ഇവന്റെ കയ്യില്, പിന്നെ ബാക്കി പൈസ എൻ്റെ വീട്ടിൽ ഇവിടെ ഏലപ്പാറ വന്ന് വാങ്ങിച്ചോണ്ട് പോയി. PSCയിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? അല്ലെ രാജേഷ് ബന്ധപ്പെടുത്തി തന്നിട്ട്? രാജേഷ് ബന്ധപ്പെട്ട് അഗസ്റ്റ് എന്നും പറഞ്ഞ ഒരാള് ഇടുക്കിക്ക് വരികയും PSC ഓഫീസിൽ പോവുകയും എൻ്റെ ചെറുക്കനെ കൂട്ടിക്കൊണ്ട് പോയി അവിടെ വെച്ച് അവനുമായിട്ട് സംസാരിക്കുകയും, ഒന്നെങ്കിൽ ഇടുക്കി പോസ്റ്റിങ് അല്ലെങ്കിൽ ബാലഗ്രാം ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ നിനക്ക് പോസ്റ്റിങ് ഇത്ര ദിവസത്തിനകം കയറാം, അവന് അഡ്വൈസ്മെന്റ് അത് കഴിഞ്ഞ് അയച്ചു കൊടുക്കുകയും കൊടുത്തു. അവൻ്റെ മൊബൈലിൽ അയച്ചു കൊടുത്തു. ഇത് പോസ്റ്റ് ഓഫീസ് വഴി വരേണ്ടതാ, പോസ്റ്റ് ഓഫീസിൽ ഇപ്പം നിങ്ങൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാ ഇതിങ്ങനെ അയച്ചു തരുന്നെന്ന് പറഞ്ഞു. അഡ്വൈസ് മെമ്മോ രാജേഷ് ഇവന്റെ അക്കൗണ്ടിലോട്ട്, ഇവന്റെ വാട്സപ്പിലോട്ട് അയച്ചത്. സർക്കാരിന്റെ എംബ്ലോ എല്ലാം ഉണ്ട്. അത് ആരെയും കാണിക്കല്ലെന്ന് പറഞ്ഞേ, അത് കാരണം ആരെയും കാണിച്ചില്ല, അത് രഹസ്യമായിട്ട് വെച്ചോണ്ടിരുന്നു. അതാ പറ്റിപ്പോയത്. സെപ്റ്റംബർ 12-ാം തീയതി അന്നേരം കൊച്ചിൻ്റെയും കൂടെ ജോലി ഉണ്ടായല്ലോ ശ്രീചിത്രയില്, അവളുടെയും കൂടെ ജോലി അവൾക്കും അഡ്വൈസ്മെന്റ് അയച്ചു കൊടുത്തായിരുന്നു. ശ്രീചിത്രയിന്ന് രേഖയായിട്ടാ. അവിടെ പ്രിയ മാഡം എന്ന് പറഞ്ഞൊരു മാഡവാ അതിൽ ഒപ്പിട്ടേക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പ്രിയ മാഡം എന്ന് പറഞ്ഞൊരു മാഡം അവിടെ ഉണ്ട്, അവരുടെ ഒപ്പ് ശരിയാന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ ഇന്റർവ്യൂവിനല്ല, അഡ്വൈസ് ജോലി ചേരാൻ വേണ്ടി സെപ്റ്റംബർ 12-ാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്ത് ശ്രീചിത്രയിൽ പോയി.
അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്, തട്ടിപ്പാന്ന് അറിയുന്നത്. എന്നിട്ട് എൻ്റെ മരുമകളും അവളുടെ കൂട്ടത്തിൽ 2 കൂട്ടുകാരികളെ ഞാൻ ചേർത്തായിരുന്നു. ഈ ടോട്ടൽ എത്ര പേരുണ്ട്? ടോട്ടൽ ഞങ്ങൾ മൊത്തം 7 പേർക്ക് കൊടുത്തിട്ടുണ്ട്. 7 പേര് എത്ര രൂപ കൊടുത്തു? 7 പേരും കൂടെ ഒരു 50 ലക്ഷം രൂപ മേളിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കും ജോലി കിട്ടിയിട്ടില്ല? ആർക്കും ജോലി കിട്ടിയിട്ടില്ല. ശ്രീചിത്രയിൽ ചെന്നപ്പോൾ 50 പേര് മേളിൽ അവിടെ ഉണ്ട്. അന്നത്തെ ദിവസം തന്നെ ഇതുപോലെ യാചന തട്ടിപ്പ് വന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ടെസ്റ്റ് എഴുതാതെ എങ്ങനെ? PSCയുടെ നീ ടെസ്റ്റ് എഴുതണ്ട, നിന്നെ പോലെ തന്നെ ഷേപ്പിൽ ഒരാളെ കൊണ്ട് ഞങ്ങൾ എഴുതിച്ചിട്ട് നിനക്ക് ജോലി ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഭുവനേന്ദ്രൻ. ഭുവനേന്ദ്രൻ. അതിനുശേഷം ഇപ്പൊ അയാളെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അവൻ ഫോൺ സ്വിച്ച് ഓഫാ. രാജേഷും ഫോൺ സ്വിച്ച് ഓഫാ. അത് ഞാൻ അന്വേഷിച്ചു പറഞ്ഞു, ഇവർ 7 പേരെങ്ങാണ്ട് ഇതിൻ്റെ അകത്ത് ഈ സംഘത്തിലുണ്ടെന്നാ പറയുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇത് വലിയൊരു ഗ്യാങ് തന്നെ ഉണ്ട്. എന്തായാലും ഈ ഒരു കുംഭകോണത്തിന്റെ മഞ്ഞമലയുടെ അഗ്രം മാത്രമാണ് ഈ ചേട്ടൻ. അതായത് അദ്ദേഹം മക്കൾക്ക് വേണ്ടി പൈസ മുടക്കി, പൈസ പോയി, ജോലിയും കിട്ടിയില്ല. ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതിൽ ഔദ്യോഗികമായ എംബ്ലം വെച്ച് വന്ന അഡ്വൈസ് മെമ്മോയും അതുപോലുള്ള രേഖകളുമാണ്. അത് PSCയുടെയും ശ്രീചിത്രയുടെയും രേഖകളാണ് ഇവർക്കൊരു ഈ സംഭവത്തിലൊരു വിശ്വാസ്യത നൽകിയത്. അതുപോലെ തന്നെ PSCയിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞ ആള് അഗസ്റ്റിൻ എന്ന് പറയുന്നു, ഭുവനേന്ദ്രൻ എന്ന് പറയുന്നു. എന്തായാലും ഇതിലൊരു സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. അത് PSC നടത്തുമോ അതോ സർക്കാർ നടത്തുമോ? എന്തായാലും ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് പുറത്തു വരേണ്ടത് അനിവാര്യമാണ്. ക്യാമറമാൻ നിഖിലിനും ഉനൈസിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.